ഹിമാചൽ പ്രദേശിലെ മലനിരകളിലെ ശാന്തമായ ഒരു ഗ്രാമത്തിൽ മാസ്റ്റർ ഹർഷ എന്ന ഒരു സന്യാസി ജീവിച്ചിരുന്നു. സമൃദ്ധമായ വനങ്ങളാലും ഒഴുകുന്ന അരുവികളാലും ചുറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം സമാധാനത്തിൻ്റെയും രോഗശാന്തിയുടെയും സ്ഥലമായിരുന്നു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം തേടാൻ ദൂരദിക്കുകളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി. ഒരു ദിവസം മീര എന്ന യുവതി ക്ഷേത്രത്തിലെത്തി. വിളറിയതും ബലഹീനതയുമുള്ള ഒരു ചെറിയ തളർച്ചയോടെ അവൾ നടന്നു. അവളുടെ മുഖത്ത് ദീർഘകാല രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ശരീരത്തിന് അതീതമായ ഭാരം വഹിക്കുന്നതായി തോന്നി. മീര വർഷങ്ങളായി ഒരു വിട്ടുമാറാത്ത രോഗാവസ്ഥകളോട് പോരാടുകയാണ്. ഡോക്ടർമാരെയും രോഗശാന്തി നൽകുന്നവരെയും നിരവധി തവണ സന്ദർശിച്ചിട്ടോ അവൾക്ക് ചെറിയ ആശ്വാസം പോലും ലഭിച്ചില്ല. മാസ്റ്റർ ഹർഷ, അവൾ ആഴത്തിൽ കുമ്പിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജ്ഞാനം തേടാൻ വന്നതാണ്. നിങ്ങൾ ആളുകളെ സുഖപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ മാർഗനിർദ്ദേശം അത്യന്താപേക്ഷിതമാണ്. എൻ്റെ ശരീരത്തിന് അസുഖമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിനെ എന്തു ചെയ്യണമെന്നും അറിയില്ല. മാസ്റ്റർ ഹർഷ അനുകമ്പയോടെ അവളുടെ കഥ കേട്ടു. അവൾ സംസാരിക്കുമ്പോൾ മൃദുവായി തലയാട്ടി. മീര, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശരീരവും മനസ്സും അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ശരീരത്തിന് അസുഖം വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ എന്തോ സമനില തെറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ്. എന്നോട് പറയൂ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ഭാരങ്ങളാണ് നിങ്ങൾ വഹിക്കുന്നത്? മീര ഒന്ന് മടിച്ചു. അവളുടെ വൈകാരികാവസ്ഥയെക്കുറിച്ച് അവൾ അധികം ചിന്തിച്ചിരുന്നില്ല. അവളുടെ രോഗത്തിൻ്റെ ശാരീരിക വശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ അസുഖം അവളുടെ ആത്മാവിനെ ബാധിച്ചതായി അവൾ മനസ്സിലാക്കി. സുഖം പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശയും കുറ്റബോധവും അവൾ നിരന്തരം അനുഭവിച്ചു. ഹർഷ മാസ്റ്റർ അവളെ ക്ഷേത്രാങ്കണത്തിലെ ഒരു ചെറിയ ധ്യാന ഉദ്യാനത്തിലേക്ക് നയിച്ചു. പച്ചപ്പിലൂടെ വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരു കോയിക്കുളവും കല്ലുപാതകളുമുള്ള ശാന്തമായ ഒരു സ്ഥലമായിരുന്നു അത്. ഒരു മരബെഞ്ചിൽ തൻ്റെ അരികിലിരിക്കാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. മീര, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്ന 3 നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യത്തിലേക്കുള്ള വഴി കാണിക്കാൻ സഹായിക്കും. എന്നാൽ അവയ്ക്ക് ക്ഷമയും പ്രതിബദ്ധതയും ആവശ്യമാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? പ്രതീക്ഷയുടെ ഏതെങ്കിലും ഉറവിടം കണ്ടെത്താനുള്ള ആകാംക്ഷയോടെ മീര തലയാട്ടി. അതെ മാസ്റ്റർ, ദയവായി എന്നെ പഠിപ്പിക്കൂ. ആദ്യത്തെ നിയമം, മാസ്റ്റർ ഹർഷ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്തുക എന്നതാണ്. സമ്മർദ്ദവും ഉത്കണ്ഠയും ശരീരത്തെ തളർത്തും. അത് സുഖപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ നിശബ്ദമായി ഇരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വയം അനുവദിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. മീര ശ്രദ്ധയോടെ കേട്ടു. നിയമം ഓർമ്മയിൽ സമർപ്പിച്ചു. അവൾ മുമ്പ് ധ്യാനം പരീക്ഷിച്ചിട്ടില്ല, പക്ഷേ അവൾ അതിന് ഒരു അവസരം നൽകാൻ തയ്യാറായിരുന്നു. രണ്ടാമത്തെ നിയമം, മാസ്റ്റർ ഹർഷ തുടർന്നു, ശരിയായ ഭക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുക എന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ഭക്ഷണമാണ് മരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവയുടെ രോഗശാന്തി ഗുണങ്ങൾക്ക് പേരുകേട്ട ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ സംസ്കരിച്ച ഭക്ഷണങ്ങളും അമിതമായ പഞ്ചസാരയും ഒഴിവാക്കുക. കാരണം അവ ശരീരത്തിലെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും. തൻ്റെ ഭക്ഷണക്രമം സൗകര്യപ്രദമായ ഭക്ഷണങ്ങളും മധുരപലഹാരങ്ങളും നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ മീര അദ്ദേഹം പറഞ്ഞ ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചു. അവളുടെ ശരീരത്തിൻ്റെ രോഗശാന്തി പ്രക്രിയയെ പിന്തുണയ്ക്കാൻ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. മൂന്നാം നിയമം, മാസ്റ്റർ ഹർഷ പറഞ്ഞു, ചലനത്തെയും പ്രകൃതിയെയും ഉൾക്കൊള്ളുക എന്നതാണ്. ശരീരത്തിന് സുഖപ്പെടുത്താൻ ചലനം ആവശ്യമാണ്. പ്രകൃതിക്ക് ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ വനത്തിലൂടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമിയും ശുദ്ധവായു ശ്വസിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിന് ശക്തി വീണ്ടെടുക്കാനും നിങ്ങളുടെ മനസ്സിന് വ്യക്തത കണ്ടെത്താനും സഹായിക്കും. മാർഗനിർദ്ദേശത്തിന് നന്ദിയോടെ മീര തലയാട്ടി.
ഈ നിയമങ്ങൾ പാലിക്കുന്നത് പരിശ്രമം ആവശ്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ സുഖപ്പെടുത്താൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മീര മാസ്റ്റർ ഹർഷയുടെ നിയമങ്ങളിൽ സ്വയം പ്രതിജ്ഞാബദ്ധയായി. ഓരോ പ്രഭാതത്തിലും അവൾ ധ്യാനം പരിശീലിച്ചു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തത കണ്ടെത്തി. അവൾ അവളുടെ ഭക്ഷണക്രമം മാറ്റി. പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ഹെർബൽ ടീ പോലുള്ള പാനീയങ്ങൾ കുടിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും അവൾ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി. പ്രകൃതിയുമായി ഒരു പുതിയ ബന്ധം അനുഭവപ്പെട്ടു. സാവധാനം എന്നാൽ ഉറപ്പായും മീര ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെട്ടു. അവളുടെ തളർച്ച കുറഞ്ഞു. അവളുടെ ചർമ്മം അതിൻ്റെ സ്വാഭാവിക തിളക്കം വീണ്ടെടുത്തു. അവളുടെ ആത്മാവിനും ഭാരം കുറഞ്ഞതുപോലെ തോന്നി. ആന്തരിക സമാധാനം, ശരിയായ പോഷകാഹാരം, പ്രകൃതിയുടെ രോഗശാന്തി സ്പർശം എന്നിവയുടെ സംയോജനം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു ദിവസം മീര ക്ഷേത്രത്തിലേക്ക് മടങ്ങുമ്പോൾ ധ്യാന ഉദ്യാനത്തിൽ വെച്ച് ഹർഷ മാസ്റ്ററെ കണ്ടു. അവൾ പുഞ്ചിരിച്ചു. ഊഷ്മളതയും സന്തോഷവും പ്രസരിപ്പിക്കുന്ന ഒരു യഥാർത്ഥ പുഞ്ചിരി. മാസ്റ്റർ, അവൾ പറഞ്ഞു, എനിക്ക് വഴി കാണിച്ചു തന്നതിന് നന്ദി. ശാരീരികമായി മാത്രമല്ല വൈകാരികമായും ഞാൻ ഒടുവിൽ സുഖം പ്രാപിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അവളുടെ രൂപമാറ്റം കണ്ട് സന്തോഷത്തോടെ ഹർഷ മാസ്റ്റർ തലയാട്ടി. മീര, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള ശ്രദ്ധേയമായ കഴിവുണ്ട്. എന്നാൽ അതിന് ശരിയായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. സമാധാനം കണ്ടെത്തി നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിച്ച് ചലനത്തെയും പ്രകൃതിയെയും ആലിംഗനം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ അവസ്ഥകൾ സൃഷ്ടിച്ചു. ഓർക്കുക, രോഗശാന്തി ഒരു യാത്രയാണ്. നിങ്ങളിപ്പോൾ നല്ല വഴിയിലാണ്. ഒരു പുത്തൻ പ്രതീക്ഷയോടെയാണ് മീര അന്ന് ക്ഷേത്രം വിട്ടത്. ഈ ലളിതമായ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ രോഗശാന്തിയുടെയും പുതുക്കലിൻ്റെയും യാത്ര തുടരാൻ കഴിയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവളുടെ കഥ ഗ്രാമത്തിലുടനീളം വ്യാപിച്ചു. ആരോഗ്യത്തിനും ക്ഷേമത്തിനുമുള്ള സമീപനം സ്വീകരിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു. If you love to watch this video, you can like, share and subscribe.